റിയൽ മാഡ്രിഡ് ടോപ്പ് 8 ഇല്ല. ആൻഡ് ഇത് ഒരിക്കലും ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള 15 ട്രോഫിയുള്ള യൂറോപ്യൻ വൻപന്മാരായിട്ടുള്ള ബെസ്റ്റ് ക്ലബ്ബായിട്ടുള്ള റിയൽ മാഡ്രിഡിൻ്റെ സൈഡിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ. യെസ്, അപ്പോൾ ബെൻഫിക്കയ്ക്കെതിരെ 4-2 തോൽവിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾ പല പോയിന്റ്സും ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ മാച്ചിൽ ഈ 3 പോയിന്റുകൾ തന്നെയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് അതാണ് ഞാൻ പറയാൻ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-2 ഈ 3-2 നിൽക്കുന്ന സമയത്ത് എംബാപ്പയുടെ ഒരു ഇൻസിഡൻറ്റ് വിത്ത് ഗോൾ കീപ്പറിനിടയിൽ റോഡ്രിഗോ എന്തിനാണ്, കാര്യം ഓൾറെഡി നമ്മളൊരു കാർഡിന് ഡൗൺ ആണ്, എന്തിനാണ് അതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കി റെഡ് കാർഡ് വാങ്ങിച്ച് വീണ്ടും ഒരാളുടെ കുറവുണ്ടാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ചാമ്പ്യൻസ് ലീഗിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ക്ലബ്ബാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാര്യം 3-2 അവസാന നിമിഷമാണെങ്കിലും തിരിച്ച് പിടിക്കാവുന്നൊരു മത്സരമായിരുന്നു. ഈ ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് റെഫറിയുടെ സൈഡിൽ നിന്ന് എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും ശരി, കളിച്ച് നമ്മുടെ സൈഡിൽ ഒരു ഗോളും കൂടി ഇട്ട് പോയിന്റ് കരസ്ഥമാക്കുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് പലപ്പോഴും ഈ ജാതി ഫൈറ്റുകൾക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോയിന്റ് നമ്പർ 2, ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ മാച്ച്, ഞാൻ പറയുന്നത് ഈ മാച്ചിനെ കുറിച്ചല്ല, കഴിഞ്ഞ മാച്ചിൽ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു, ഞാൻ ഈ റയൽ മാഡ്രിഡിനെ കണ്ട് ഞെട്ടി. കാര്യം പ്രസ് ചെയ്യുന്നൊരു റയൽ മാഡ്രിഡ്, എംബാപ്പെ അടക്കം ബാക്കിലേക്ക് പോയി ട്രാക്ക് ബാക്ക് ചെയ്യുന്നു, ബോൾ എടുക്കുന്നു. ആ റയൽ മാഡ്രിഡ് എവിടെ? ഞാൻ കണ്ടില്ല. അത് വില്ലറയലിനെതിരെയുള്ള മത്സരത്തിലായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ എംബാപ്പയും കാണാൻ പറ്റുന്നില്ല, ആ റയൽ മാഡ്രിഡിനെയും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് കുറച്ചും കൂടെ എവിഡൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇത് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ്. അസെൻസിയോ പാസ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങൾ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പുള്ളിയുടെ അഗ്രഷനും അതുപോലെ തന്നെ പുള്ളി എടുക്കുന്ന ഡിസിഷൻസും ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അത് ചില സമയത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇതുപോലുള്ള ഒരു അടി കിട്ടാൻ ഭയങ്കരമായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ഗോൾ കീപ്പറിൻ്റെ ഗോളിനെ കുറിച്ചും ജോസെ മൊറീനിയോ എന്ന് പറയുന്ന കോച്ചിനെ കുറിച്ചും ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു 3 ഡിഫറെൻറ്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ മാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് കറോ. ആൻഡ് ടു ദ പീപ്പിൾ, ബാഴ്സലോണ ടോപ്പ് 8 എത്തി കേട്ടോ.